എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. IPL ചരിത്രത്തിൽ തന്നെ ആദ്യമായി കേവലം 11 ഓവറുകൾക്കുള്ളിൽ 150 റൺസ് എന്ന കൂറ്റൻ സ്കോർ മുംബൈ ഇന്ത്യൻസിനെതിരെ അടിച്ചെടുക്കപ്പെട്ടപ്പോൾ മൈതാനത്ത് അണപൊട്ടിയത് ഒരു അഗ്നിപർവ്വതമായിരുന്നു. മത്സരശേഷമുള്ള രോഹിത്തിന്റെ വാക്കുകൾ കേട്ടാൽ ആരുടെയും രോമമെഴുന്നേൽക്കും. രാജസ്ഥാൻ റോയൽസിന്റെ യുവതാരങ്ങളായ വൈഭവ് സൂര്യവംശിയുടെയും യശസ്വി ജയ്സ്വാളിന്റെയും സംഹാര താണ്ഡവമാണ് മുംബൈയുടെ നട്ടെല്ലൊടിച്ചതെന്ന് സമ്മതിക്കുമ്പോഴും തോൽവിയുടെ മുഴുവൻ ഉത്തരവാദിത്തവും രോഹിത് വിരൽ ചൂണ്ടിയത് ഹാർദിക് പാണ്ഡ്യയുടെ അങ്ങേയറ്റം നിരുത്തരവാദപരവും ദയനീയവുമായ ക്യാപ്റ്റൻസിയിലേക്കാണ്. ഹാർദിക്കിന്റെ തീരുമാനങ്ങളെ നിശിതമായി വിമർശിച്ച രോഹിത് ഈ നാണക്കേടിന്റെ പൂർണ്ണഭാരം പാണ്ഡ്യയുടെ ചുമലിലാണെന്ന് തുറന്നടിച്ചു. മുംബൈയെ തിരഞ്ഞെടുത്തത് ഹാർദിക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അബദ്ധമായിരിക്കാം. എന്നാൽ അതിലും വലിയ അബദ്ധം രാജസ്ഥാനെ കുറച്ചുകണ്ടതാണ്. സത്യം പറഞ്ഞാൽ യഥാർത്ഥ തെറ്റ് ഇതൊന്നുമായിരുന്നില്ല. മുംബൈ പോലൊരു വമ്പൻ ഫ്രാഞ്ചൈസിയെ സുവർണ കാലഘട്ടങ്ങളിലേക്ക് നയിച്ച രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് മാറ്റിയതായിരുന്നു അവർ ചെയ്ത ഏറ്റവും വലിയ അപരാധം. IPL 2026 ഈ ഹൈ വോൾട്ടേജ് പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസ് ബാറ്റർമാർ സൃഷ്ടിച്ച കൊടുങ്കാറ്റിൽ മുംബൈ ഇന്ത്യൻസിന്റെ അതികായരായ ബോളർമാർ തുടക്കം മുതൽ തന്നെ പതറിപ്പോയി. യശസ്വി ജയ്സ്വാളും യുവതാരം വൈഭവ് സൂര്യവംശിയും ചേർന്ന് ഇന്നിംഗ്സ് തുറന്നപ്പോൾ തന്നെ മത്സരത്തിന്റെ ഗതി മാറി. ആദ്യ ഓവറിൽ തന്നെ ദീപക് ചാഹറിനെ കടന്നാക്രമിച്ച ജയ്സ്വാൾ ബൗണ്ടറികളുടെ പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് 22 റൺസാണ് അടിച്ചുകൂട്ടിയത്. രാജസ്ഥാൻ ഇന്ന് അലന്നില്ലെന്ന് ആ ഒരൊറ്റ ഓവറോടെ വ്യക്തമായി. രണ്ടാം ഓവറിൽ പന്തെറിയാനെത്തിയത് സാക്ഷാൽ ജസ്പ്രീത് ബുംറ. എന്നാൽ ലോകത്തെ ഏറ്റവും അപകടകാരിയായ ആ ബോളറെ പോലും ഞെട്ടിച്ചുകൊണ്ട് 14 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശി താൻ നേരിട്ട ആദ്യ പന്തിൽ തന്നെ ഒരു കൂറ്റൻ സിക്സർ പറത്തി. വലിയ വേദികളിൽ താൻ എത്രത്തോളം സജ്ജനാണെന്ന് ആ ഒരൊറ്റ ഷോട്ടിലൂടെ അവൻ തെളിയിച്ചു. ആ ഓവറിൽ പിറന്നത് 14 റൺസ്. മുംബൈ അക്ഷരാർത്ഥത്തിൽ വിയർത്തു തുടങ്ങി. മൂന്നാം ഓവറിൽ ട്രെന്റ് ബോൾട്ട് എത്തിയെങ്കിലും കഥ മാറിയില്ല. ജയ്സ്വാൾ തുടർച്ചയായി 2 തവണ പന്ത് അതിർത്തി കടത്തിയപ്പോൾ വൈഭവ് മറ്റൊരു ഗഗനചുംബിയായ സിക്സറിലൂടെ ബോൾട്ടിന്റെ ലൈനും ലെങ്ത്തും തകർത്തെറിഞ്ഞു. 22 റൺസാണ് ആ ഓവറിൽ പിറന്നത്. നാലാം ഓവറിൽ പന്തെറിയാനെത്തിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ വെറും 4 റൺസ് വിട്ടുകൊടുത്ത് റൺ നിരക്ക് അല്പമൊന്ന് നിയന്ത്രിച്ചെങ്കിലും അപ്പോഴേക്കും രാജസ്ഥാൻ 4 ഓവറിൽ 60 റൺസ് എന്ന നിലയിൽ സുരക്ഷിതരായിരുന്നു. അഞ്ചാം ഓവറിൽ വീണ്ടും ആക്രമണം രൂക്ഷമായി. ജയ്സ്വാളിന്റെ മനോഹരമായ കവർ ഡ്രൈവുകളും പുൾ ഷോട്ടുകളും പിറന്നപ്പോൾ മിഡ് വിക്കറ്റിന് മുകളിലൂടെ പടുകൂറ്റൻ സിക്സർ പളത്തി വൈഭവ് കാണികളെ ആവേശത്തിലാഴ്ത്തി. എന്നാൽ അതേ ഓവറിൽ 39 റൺസെടുത്ത വൈഭവ് പുറത്തായതോടെയാണ് മുംബൈക്ക് ആദ്യ ആശ്വാസം ലഭിച്ചത്. വൈഭവിന്റെ ഇന്നിംഗ്സ് ചെറുതായിരുന്നെങ്കിലും അത് മുംബൈയുടെ ആത്മവിശ്വാസം തകർക്കുന്ന അതിസ്ഫോടനാത്മകമായ ഒന്നായിരുന്നു. പിന്നാലെ എത്തിയ ധ്രുവൽ ജുറേൽ വേഗത്തിൽ മടങ്ങിയപ്പോൾ മുംബൈ മത്സരത്തിലേക്ക് തിരിച്ചുവരുമെന്ന് തോന്നിപ്പിച്ചു. എന്നാൽ മറുഭാഗത്ത് ജയ്സ്വാൾ ഒരു മതിൽ പോലെ ഉറച്ചുനിന്നു. ക്യാപ്റ്റൻ റിയാൻ പരാഗ് ക്രീസിലെത്തിയതോടെ ആക്രമണത്തിന്റെ ചുമതല അദ്ദേഹം ഏറ്റെടുക്കുകയും മികച്ച സ്ട്രൈക്ക് റൊട്ടേഷനിലൂടെ ജയ്സ്വാളിന് ശക്തമായ പിന്തുണ നൽകുകയും ചെയ്തു. വൈകാതെ ജയ്സ്വാൾ തന്റെ അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കി. ക്ലാസും ടൈമിംഗും പവറും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് വിരുന്ന് മുംബൈയുടെ എല്ലാ ബോളർമാരെയും ലക്ഷ്യം വെച്ചു. തുടർന്നെത്തിയ ഷിമ്രൻ ഹെറ്റ്മെയർ കൂട്ടനടികൾക്ക് മുതിർന്നില്ലെങ്കിലും സിംഗിളുകളിലൂടെ സ്കോർ ബോർഡ് ചലിപ്പിച്ചു. ഹാർദിക് പാണ്ഡ്യ ബോളർമാരെ നിരന്തരം മാറ്റിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. 11 ഓവറുകൾ പിന്നിട്ടപ്പോൾ രാജസ്ഥാൻ 150 റൺസ് എന്ന ഹിമാലയം സ്കോറിലെത്തിയിരുന്നു. 77 റൺസുമായി പുറത്തുനിന്ന് ജയ്സ്വാൾ ഇന്നിംഗ്സിനെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കിയിരുന്നു. 151 റൺസ് എന്ന ലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശാനിറങ്ങിയ മുംബൈക്ക് തുടക്കം മുതൽ പിഴച്ചു. റിയാൻ റിക്കൽട്ടനും രോഹിത് ശർമ്മയും മികച്ച തുടക്കം നൽകുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ജോഫ്ര ആർച്ചറിന്റെ തീപ്പൊരി ബോളിംഗിന് മുന്നിൽ റിക്കൽട്ടൻ ആദ്യ ഓവറിൽ തന്നെ കീഴടങ്ങി. അധികം വൈകാതെ സന്ദീപ് ശർമ്മയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി രോഹിത് ശർമ്മയും മടങ്ങി. തുടർന്നെത്തിയ സൂര്യകുമാർ യാദവ് തന്റെ തനതു ശൈലിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു വലിയ ഷോട്ടിനെ ക്യാച്ച് നൽകി പുറത്തായി. തിലക് വർമ്മയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് ഇന്നിംഗ്സ് കെട്ടിപ്പടുക്കാൻ ശ്രമിച്ചെങ്കിലും കുതിച്ചുയരുന്ന റൺ റേറ്റ് അവരെ സമ്മർദ്ദത്തിലാക്കി. സമ്മർദ്ദം താങ്ങാനാവാതെ വലിയ ഷോട്ടിന് ശ്രമിച്ച ഹാർദിക്കും വൈകാതെ കൂടാരം കയറി. 4.3 ഓവറിൽ 41 റൺസിന് 4 വിക്കറ്റ് എന്ന ദയനീയ നിലയിലേക്ക് മുംബൈ കൂപ്പുകുത്തി. മത്സരം പൂർണ്ണമായും രാജസ്ഥാന്റെ കൈപ്പിടിയിലമർന്നു. ഈ അപമാനകരമായ തോൽവിക്ക് ശേഷം രോഹിത് ശർമ്മയുടെ മുഖത്തെ നിരാശയും ദേഷ്യവും മറച്ചുവെക്കാനാവുമായിരുന്നില്ല. രാജസ്ഥാൻ ബാറ്റർമാരെ വാനോളം പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത്. അതിങ്ങനെയായിരുന്നു: സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ കണ്ട ബാറ്റിംഗ് അവിശ്വസനീയമായിരുന്നു. 14 വയസ്സുള്ള ഒരു പയ്യൻ ഇത്രയും ഭയമില്ലാതെ ജസ്പ്രീത് ബുംറയെ പോലൊരു ബോളറെ നേരിട്ട രീതി വേറൊരു ലെവലാണ്. ആത്മവിശ്വാസത്തോടെ അവനടിച്ച ഷോട്ടുകളും അവന്റെ മാച്ച് അവയർനെസ്സും ഒരു പരിചയസമ്പന്നനായ കളിക്കാരന്റേതുപോലെയുണ്ടായിരുന്നു. IPL കഴിയുമ്പോഴേക്കും വൈഭവ് ഇന്ത്യൻ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിച്ചാൽ ഞാൻ അത്ഭുതപ്പെടില്ല. ജയ്സ്വാളിന്റെ ബാറ്റിംഗിനെയും രോഹിത് അഭിനന്ദിച്ചു. എല്ലാ മോശം പന്തുകളെയും ശിക്ഷിച്ച ജയ്സ്വാൾ മുംബൈക്കൊരു തിരിച്ചുവരാനുള്ള ഒരവസരവും പോലും നൽകിയില്ലെന്ന് അദ്ദേഹം സമ്മതിച്ചു. എന്നാൽ തുടർന്ന് രോഹിത് തൊടുത്തത് ഹാർദിക്കിന് നേരെയുള്ള അസ്ത്രങ്ങളായിരുന്നു. നമ്മുടെ തോൽവിക്ക് പ്രധാന കാരണം അവരുടെ ബാറ്റിംഗ് തന്നെയാകാം. എന്നാൽ അതുമാത്രമല്ല, മത്സരത്തിൽ നമുക്ക് തിരിച്ചുവരാൻ കഴിയുമായിരുന്ന പല നിമിഷങ്ങളുമുണ്ടായിരുന്നു. സത്യം പറഞ്ഞാലല്ലോ, ഈ തോൽവിയുടെ യഥാർത്ഥ കാരണം ദയനീയമായ ക്യാപ്റ്റൻസിയാണ്. ഫീൽഡ് സെറ്റിംഗ് ഒട്ടും ശരിയായിരുന്നില്ല.
സ്പിന്നർമാരെ കൊണ്ടുവരേണ്ട സമയത്ത് പേസർമാരെയും പേസർമാർ വേണ്ടപ്പോൾ സ്പിന്നർമാരെയും പന്തേൽപ്പിച്ചു. ഇത്തരം തീരുമാനങ്ങൾ യുക്തിക്ക് നിരക്കുന്നതായിരുന്നില്ല. T20 ക്രിക്കറ്റിൽ ഓരോ പന്തിനും വ്യക്തമായ പ്ലാനിംഗ് വേണം. എന്നാൽ ഇന്ന് കളത്തിൽ അത് പൂർണ്ണമായും മിസ്സിംഗ് ആയിരുന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പോലും ശരിയായ രീതിയിൽ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കളിക്കളത്തിലെ ആശയവിനിമയമില്ലായ്മയാണ് ഈ വലിയ തോൽവിക്ക് കാരണം. ബോളർമാരുടെ മോശം പ്രകടനത്തെയും അദ്ദേഹം വിമർശിച്ചു. ആദ്യമേ തന്നെ ഒരുപാട് റൺസ് വിട്ടുകൊടുത്തത് തിരിച്ചുവരവ് അസാധ്യമാക്കുകയും കൂടുതൽ സ്മാർട്ടായി പന്തെറിയുന്നതിൽ ബോളർമാർ പരാജയപ്പെടുകയും ചെയ്തു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു വലിയ പാഠമാണ്. തെറ്റുകൾ എവിടെയാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അത് തിരുത്തിയേ തീരൂ. ടൂർണമെന്റ് വലുതാണ്. മുന്നോട്ടു പോകണമെങ്കിൽ നമ്മുടെ തന്ത്രങ്ങളിലും പ്രകടനത്തിലും വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്, രോഹിത് വ്യക്തമാക്കി. എന്നാൽ രോഹിത് ശർമ്മയുടെ ഈ തുറന്നുപറച്ചിൽ വലിയൊരു ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. ഈ ദയനീയമായ പ്രകടനങ്ങൾക്കും മോശം തീരുമാനങ്ങൾക്കും ശേഷം പാതി വഴിവെച്ച് ഹാർദിക് പാണ്ഡ്യയെ മാറ്റി രോഹിത് ശർമ്മയെ വീണ്ടും മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.